കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്നത് എന്നാണ്? 1968 കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്നത്. കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്നത് 1968. കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘടന ഏതാണ്? യുനെസ്കോയാണ് കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘടന. കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘടന യുനെസ്കോയാണ്. കലിംഗത്തുപ്പരണി രചിച്ചതാരാണ്? ജയകൊണ്ടർ ആണ് കലിംഗത്തുപ്പരണി രചിച്ചത്. കലിംഗത്തുപ്പരണി രചിച്ചത് ജയകൊണ്ടർ ആണ്. കലിംഗം എന്ന പ്രദേശം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഒറീസ എന്ന പേരിലാണ് കലിംഗം എന്ന പ്രദേശം ഇപ്പോൾ അറിയപ്പെടുന്നത്. കലിംഗം എന്ന പ്രദേശം ഇപ്പോൾ അറിയപ്പെടുന്നത് ഒറീസ എന്ന പേരിലാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ളയാണ് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനം ഏതാണ്? സ്കൗട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനം. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനം സ്കൗട്ടാണ്. കുട്ടികളുടെ ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ്? യൂണിസെഫ് ആണ് കുട്ടികളുടെ ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടന. കുട്ടികളുടെ ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടന യൂണിസെഫ് ആണ്. കുമാരനാശാൻ്റെ ജന്മസ്ഥലം ഏതാണ്? കായിക്കരയാണ് കുമാരനാശാൻ്റെ ജന്മസ്ഥലം. കുമാരനാശാൻ്റെ ജന്മസ്ഥലം കായിക്കരയാണ്. കുഞ്ഞാലിമരക്കാരെ വധിച്ചതാരാണ്? പോർച്ചുഗീസുകാരാണ് കുഞ്ഞാലിമരക്കാരെ വധിച്ചത്. കുഞ്ഞാലിമരക്കാരെ വധിച്ചത് പോർച്ചുഗീസുകാരാണ്. കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ചതാരാണ്? AB വാജ്പേയി ആണ് കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് AB വാജ്പേയി ആണ്. കൊച്ചി തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ് കൊച്ചി തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം. കൊച്ചി തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജപ്പാനാണ്.